ഓണർ 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 ഷസാംബ്രയുടെ കയ്യിലുള്ള ഫോണിന്റെ ബ്രാൻഡ് ശ്രദ്ധിച്ചോ? ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഈ ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് വലിയ കുറച്ച് പാഠങ്ങൾ നൽകുന്നുണ്ട്. എപ്പോഴും ബിസിനസ്സിൽ തലയാണ് ഉപയോഗിക്കേണ്ടത്, പകരം നമ്മുടെ ഇമോഷൻസ് അല്ല എന്നുള്ളതാണ് ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോവി എന്ന് പറയുന്ന ചൈനീസ് ബ്രാൻഡിന്റെ സബ്സിഡറി ആയിരുന്നു ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡ്. 2020 വരെ US ഇവരെ ബാൻ ചെയ്തു. അതോടുകൂടിയിട്ട് ഇവർക്ക് അമേരിക്കൻ സർവീസുകളൊന്നും കിട്ടാത്ത അവസ്ഥ വന്നു. ഗൂഗിൾ സർവീസുകൾ കിട്ടുന്നില്ല, അതേപോലെ തന്നെ ക്വാൾകോമിന്റെ ചിപ്പ് സെറ്റുകൾ കിട്ടാത്ത അവസ്ഥ വന്നു. ഇതുകൊണ്ട് തന്നെ ഹോവയുടെ സബ്സിഡറി ആയിട്ടുള്ള ഹോണറിനെയും ഇത് ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ഹോവി അവിടെ ഒരു ഗ്രേറ്റ് ബോൾഡ് ആയിട്ടുള്ള ഒരു മൂവ് എടുത്തു. ഇവർ ഹോണറിനെ കംപ്ലീറ്റ്ലി ഇവർ സെൽ ചെയ്തു. ഓൾമോസ്റ്റ് 100 ബില്യൺ യുവാൻ ആണ് അവർ സെൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹോവിക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡിനെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആക്കിയത് കൊണ്ട് തന്നെ ഈ ബാനിൽ നിന്നിട്ട് ഹോണറിന് രക്ഷപ്പെടാൻ പറ്റി. ഇതുകൊണ്ട് തന്നെ ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡ് അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ്ലി ഗ്രോ ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഹോവി എന്ന് പറയുന്ന ബ്രാൻഡിന് അവർക്ക് 100 ബില്യൺ അവർക്ക് ക്യാഷ് ആയിട്ട് കിട്ടി. രണ്ടാമത്തെ കാര്യം, ഇനി ഹോണർ എത്രയൊക്കെ വലുതായാലും ഹോണർ നാളെ എവിടേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിലും സ്റ്റിൽ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഫ്രം ഹോവി എന്നുള്ള ഒരു രീതിയിലേക്ക് അത് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാനിനെ സ്ട്രാറ്റജിക്കലിയാണ് ഇവരോട് നേരിട്ടുള്ളത്. നോർമലി ഇപ്പം നമ്മളിവിടെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ മടിയായിരിക്കും. ചില സമയത്ത് നമ്മൾ കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതായിരിക്കും നമ്മൾ അവിടെ എടുക്കുന്ന ഏറ്റവും ക്ലവർ ആയിട്ടുള്ള ഡിസിഷൻ. നമ്മൾ കാര്യങ്ങൾ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നു അത്രത്തോളം ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും.